കണ്ണൂരിൽ വഴിതടഞ്ഞ് സമരം നടത്തിയ CPM നേതാക്കൾക്കെതിരെ കേസ്. വഴിതടഞ്ഞുള്ള സമരം അരുതെന്ന ഹൈക്കോടതി ഉത്തരവിനെ വെല്ലുവിളിച്ചാണ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പാർട്ടി ഉപരോധം നടത്തിയത്. റോഡിൽ കസേര നിരത്തിയും പന്തല് കെട്ടിയുമായിരുന്നു സമരം. യാത്രയ്ക്ക് വഴി വേറെയുണ്ടെന്നും കേന്ദ്രത്തിന്റെ അവഗണനയിൽ കോടതി ഇടപെട്ടിരുന്നെങ്കിൽ സമരം വേണ്ടിവരില്ലായിരുന്നുവെന്നും MV ജയരാജൻ സമരത്തിൽ പറഞ്ഞു. എനിക്കൊരു നോട്ടീസ് പോലീസ് നൽകിയിട്ടുണ്ടായി. ഇവിടെ ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസ്, അതിന് മുമ്പിൽ 10,000 പങ്കെടുത്താൽ സ്വാഭാവികമായും ഈ റോഡ് ആകെ ജനങ്ങൾ അണിനിരന്നു കഴിയും. അപ്പൊ യാത്രാ മാർഗങ്ങൾ മറ്റിടങ്ങളിലേക്ക് ചെയ്യുക എന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്തോ പൗരാവകാശ ലംഘനമായിട്ട് ചിലർ വ്യാഖ്യാനിക്കുകയാണ്. ജുഡീഷ്യറിയുടെ ആ വ്യാഖ്യാനമാണ് തെറ്റ്. അർജുൻ കല്യാട് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, പോലീസ് തനിക്കൊരു നോട്ടീസ് നൽകിയെന്നും ആ നോട്ടീസ് ഞാൻ പോക്കറ്റിൽ മടക്കിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് MV ജയരാജൻ ഈ പ്രസംഗം തന്നെ തുടങ്ങുന്നത്. ചുരുക്കത്തിൽ കേസെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് പോലീസ് ഇട്ടിരിക്കുന്ന FIR-ൽ പറയുന്നത് അർജുൻ കല്യാട്? അരുൺ, CPM-നെ സംബന്ധിച്ച് കോടതി വിധികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണ സംവിധാനം നൽകുന്ന ഉത്തരവോ എന്നതിനപ്പുറത്തേക്ക് പാർട്ടി ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കുക അല്ലെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇന്നത്തെ MV ജയരാജൻ്റെ പ്രസംഗം ഉൾപ്പെടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ആ കാര്യമാണ് നമുക്ക് വ്യക്തമാകുന്നത്. നേരത്തെയും സമാനമായ രീതിയിലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഏറ്റവും ഒടുവിലായി CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ കോടതി കയറേണ്ടി വന്നത് വഞ്ചൂരിലുള്ള ഒരു ഏരിയ സമ്മേളനം, അതിൻ്റെ പൊതുയോഗം, വഞ്ചൂരിലെ പ്രധാനപ്പെട്ട വലിയ ജനക്കൂട്ടം ഉണ്ടാകുന്ന ഒരു പ്രദേശത്ത് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തി. ഒരു ഭാഗം പക്ഷേ അതിന് ഗതാഗതത്തിന് തുറന്നു കൊടുത്തു എന്ന ന്യായീകരണമായിരുന്നു ആ ഘട്ടത്തിൽ ഉയർന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് MV ഗോവിന്ദൻ ഉൾപ്പെടെ പിന്നീട് കോടതിയിലേക്ക് കയറേണ്ടി വന്നത്. ഇന്നത്തെ ഈ സമരം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ്. ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡ് പൂർണ്ണമായും കൊട്ടിയടച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു സമരം നടന്നത്. അതായത് കസേരകൾ നിരത്തിയിരുന്നു, പന്തൽ ഉൾപ്പെടെ കെട്ടിയിരുന്നു. റോഡിൻ്റെ ഇരുവശങ്ങളിലും ഒഴിവുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെ പന്തൽ കെട്ടി, റോഡിലും പന്തൽ കെട്ടി. സമരത്തിന് ശേഷം പിന്നീട് ആ പന്തൽ അഴിച്ചു മാറ്റി അല്പസമയത്തിന് ശേഷം വാഹന ഗതാഗതം നടന്നിരുന്നുവെങ്കിൽ കൂടിയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ CPIM ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനപ്പുറത്ത് മറ്റൊരു കാര്യവുമില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ MV ജയരാജൻ്റെ മറ്റൊരു കേസ് നമ്മുടെ എല്ലാം ശ്രദ്ധയിലുമുണ്ട്, ശുംഭന്മാർ എന്നുള്ള ഒരു പദപ്രയോഗം. ആ കേസ് കോടതി നടപടികളിലേക്ക് പോയപ്പോൾ അതിൻ്റെ അപ്പീലിനായി സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ പോവേണ്ടി വന്നിരുന്നു. അപ്പോൾ ആ ഘട്ടങ്ങളിൽ കോടതി വ്യവഹാരങ്ങൾക്കിടയിൽ തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റ് തിരുത്താൻ അല്ലെങ്കിൽ ഒരു മാപ്പ് പറയാൻ വേണ്ടി തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ സാധ്യമല്ല, ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല, താൻ ഈ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു മാപ്പും പറയില്ല എന്നുള്ള നിലപാടാണ് MV ജയരാജൻ സ്വീകരിച്ചത്. എന്തായാലും വളരെ രസകരമായ അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് MV ജയരാജൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഇനി എന്തായാലും അത് തുടർ കോടതി നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കുമ്പോൾ എന്താകും അതിൻ്റെ സ്ഥിതി എന്ന് നമുക്ക് നോക്കി കണ്ടറിയാം. അരുൺ കല്യാട്, എന്തായാലും പോലീസ് കൊടുത്ത നോട്ടീസ് 4 മടക്കി പോക്കറ്റിലിട്ടു MV ജയരാജൻ എന്നാണ് പറയുന്നത്. നോട്ടീസ് മടക്കിയതുപോലെ ഈ കേസ് മടക്കാൻ കോടതി തയ്യാറാകുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.